ഇതിൽ നമ്മൾ തുറന്ന ലോകമാണ് പരിഹാരം എന്ന് പറയേണ്ടല്ലോ വരും. ആ തുറന്ന ലോകം ഉണ്ടാക്കിയ സ്ഥലമാണ് നമ്മുടെ സിനിമാ ലോകം. അവിടെ ഇങ്ങനത്തെ നിയന്ത്രണങ്ങളൊന്നും ഏത് സമയത്തും വരാ പോവുക, ഏത് ഡ്രസ്സും ധരിക്കുക, ആണും പെണ്ണും എന്നുള്ള വ്യത്യാസമല്ല, ഇങ്ങനെ മിങ്കിൾ ചെയ്യുക, ഒക്കെ അങ്ങനെയാണ് അവിടുത്തെ രീതി. അങ്ങനെ ലോകം ഉണ്ടാക്കിയിട്ട് അവിടുത്തെ അവസ്ഥ എന്ത്? അവിടുന്ന് വന്ന റിപ്പോർട്ട് എന്താ? ഹേമ കമ്മിറ്റിന്റെ റിപ്പോർട്ട് എന്താ? അതിന് മുമ്പിൽ പോയിട്ട് പറഞ്ഞ കാര്യങ്ങൾ എന്താ? ഈ വാദിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടമുണ്ടായോ? മമതാ ബാനർജി ഒരു പ്രസ്താവന ഇറക്കുമ്പോഴേക്ക് അതിന് കടിച്ച് ചീറാൻ ചെല്ലുന്ന BJP അടക്കമുള്ളവർ എത്രമാത്രം അത്തരത്തിലുള്ള റേപ്പ് വിക്ടിംസ് ജീവിക്കുന്ന UP-യുടെയും ബീഹാറിന്റെയും ഹരിയാനന്റെയൊക്കെ ഭരണമാരുടെ കയ്യിലുള്ളത്. അതിലവർക്ക് വല്ല ദുഃഖമുണ്ടോ? കഴിഞ്ഞ ആഴ്ചയിൽ വളരെ ദുഃഖകരമായ ഒരു സംഭവം ഉണ്ടായി. ദുർഗാപൂരിൽ ഒരു പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിന് ഇരയാവുകയുള്ള സാഹചര്യം ഉണ്ടായി. അതിൽ ബഹുമാനപ്പെട്ട വെസ്റ്റ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. പെൺകുട്ടികൾ രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു പ്രസ്താവന മുഖ്യമന്ത്രി പറയുകയുണ്ടായി. അത് പറഞ്ഞോടുകൂടി ഇത് വിവാദ പരാമർശം നടത്തി എന്ന് പറഞ്ഞുള്ള ശക്തമായ ചർച്ച നടക്കുകയാണ്. യഥാർത്ഥത്തിൽ മമതാ ബാനർജി പറഞ്ഞതിലുള്ള പരാമർശവും എന്താണ് അതിൻ്റെ വസ്തുതകളും? അല്ല, ഏത് കാര്യവും ഇപ്പോൾ വിവാദമായി എന്ന് പറയുന്നതോടുകൂടി ഒരു പിന്നെ അപ്പോഴേ ഒരു അറ്റൻഷൻ കിട്ടണുള്ളൂ. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അപ്പോൾ ഇതിലെന്താണ് വിവാദം എന്ന് അറിയാൻ വേണ്ടി ഞാൻ ആ വാർത്തയൊക്കെ ഒന്ന് വായിച്ചു നോക്കി. അപ്പോൾ നമ്മളെ ശ്രോതാക്കൾക്ക് ഇപ്പോൾ എന്താണ് സംഭവം എന്നുള്ളത് ഒരു എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. എന്താ വെച്ചാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒക്ടോബർ 10 ആണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പശ്ചിമ ബംഗാളിൽ MBBS വിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിന് ഇരയായി. അപ്പോൾ ഈ പറഞ്ഞ ദുർഗാപൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിനിയാണ്. ഏകദേശം 23 വയസ്സുള്ള കുട്ടിയാണത്. അപ്പോൾ അവിടെ അത് വന്നപ്പോൾ ഈ വിഷയം വന്നപ്പോൾ മമതാ ബാനർജി ചോദിച്ച ചോദ്യങ്ങളുടെ മർമ്മം എന്ന് പറയുന്നത്, ഒന്ന്, ഇതൊരു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനമാണ്. അവിടുന്ന് രാത്രി 12:30 പെൺകുട്ടി എങ്ങനെ പുറത്തിറങ്ങി എന്നവർ ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വിദ്യാർത്ഥിയുടെ സുരക്ഷയുടെ ഉത്തരവാദിത്തം ശരിക്കും കോളേജിനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഈ സംഭവം ഞെട്ടിക്കുന്നതാണ്. പോലീസിന് കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വേഗം കുറ്റവാളികളെ കണ്ടെത്താൻ വേണ്ടി ഒരു ഭരണാധികാരി എന്നുള്ളവർക്ക് കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരെ തന്നെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന ഒരു സന്ദേശം കുട്ടികൾക്കും കൊടുക്കുന്നുണ്ട്. നിങ്ങളെ തടി ശ്രദ്ധിക്കണം, കാരണം ഇതൊരു വനമേഖലയാണ്, തൊട്ടടുത്ത സ്ഥലം ഒരു വനമേഖലയാണ്, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട്. ഇതാണ്. അപ്പോൾ ഇതിൽ BJP ആണ് അവിടെ വിമർശനവുമായി മുന്നോട്ട് വന്നത്. അവർ BJPയുടെ ഒരു ഗൗരവ് ഭാട്ടിയ എന്ന് പറയുന്ന അവരുടെ ഒരു പൊളിറ്റിക്കൽ വക്താവുണ്ട്. അദ്ദേഹം അതിനോട് പ്രതികരിച്ചത് എന്താണെന്ന് വെച്ചാൽ, നീതി ഉറപ്പാക്കുന്നതിന് പകരം മുഖ്യമന്ത്രി എന്ത് ചെയ്തു? ഈ അതിജീവിതയെ അപമാനിച്ചു എന്നുള്ളതാണ്. അതുപോലെ പെൺകുട്ടികളോട് പുറത്തു പോകരുത് എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് ഇനി ആ മുഖ്യമന്ത്രി പദവിയിൽ തുടരാനുള്ള ഒരു അർഹത ഇല്ല. അവർ നാണമില്ലാത്ത മുഖ്യമന്ത്രിയാണ് എന്ന് കടന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മുഖ്യമന്ത്രി ആയിരിക്കുന്നതിനേക്കാൾ നല്ലത് ഈ സ്ത്രീത്വത്തിന് തന്നെ അപമാനമാണെന്ന് അങ്ങനെയൊക്കെ കടന്നും ചെയ്തിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മമത മറുപടി പറഞ്ഞത് എന്താ വെച്ചാൽ, സമീപ സംസ്ഥാനമായ ഒഡീഷയിൽ സ്ത്രീകൾക്ക് നേരെയുണ്ടായ അതിക്രമങ്ങളെ ചൂണ്ടിക്കാട്ടി ആണ് മറുപടി പറഞ്ഞത്. അവിടെ ഒഡീഷയിൽ BJP സർക്കാരുള്ളത്. അപ്പോൾ ആ വിഷയത്തിൽ എന്ത് ചെയ്തിട്ടില്ല, നിങ്ങൾ മര്യാദക്ക് നിലപാട് സ്വീകരിച്ചിട്ടില്ല, അതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ പ്രശ്നത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. ഇവിടെ നമുക്കിവിടെ സൂചിപ്പിക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മമത ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലക്ക് അവരുടെ പ്രഥമ ഉത്തരവാദിത്വം സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമ സാഹചര്യത്തെയും അതിൻ്റെ സന്ദർഭത്തെയും ഇല്ലാതെയാക്കുക എന്നുള്ളതാണ്. ഒരു മുഖ്യമന്ത്രിയുടെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി ഒരു ഭരണാധികാരി എന്നുള്ളവർക്ക് കൊടുക്കേണ്ടത്, ഒരിക്കലും ഒരു സ്ത്രീ എന്ത് ചെയ്യാൻ പാടില്ല, തൻ്റെ സംസ്ഥാനത്ത് ആക്രമിക്കപ്പെടാൻ പാടില്ല, ആക്രമിക്കുന്ന സാഹചര്യം എന്ത് ചെയ്യാൻ പാടില്ല, ഉണ്ടാകാൻ പാടില്ല. ഒരു ഭരണാധികാരി അവിടേക്കാണ് ഫോക്കസ് ആദ്യം കൊടുക്കേണ്ടത്. രണ്ടാമത്തത്, അക്രമികൾ ആരാണോ അവരെ ഏറ്റവും വേഗത്തിൽ കണ്ടെത്തുക, മുഖം നോക്കാതെ എന്ത് ചെയ്യുക, ശിക്ഷിക്കുക. അതിന് ഇത് ആവർത്തിക്കാൻ ആർക്കും തോന്നരുത്. അതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ആ നീതി ഉറപ്പാക്കുക. അതോടൊപ്പം തന്നെ ഇതിന് വിധേയരായ ആളുകളുടെ അഭിമാനത്തെ എന്ത് ചെയ്യേണ്ടതുണ്ട്, കാത്തു സൂക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇത് ഇവർ ചെയ്യേണ്ട കാര്യം. അതോടൊപ്പം മുഖ്യമന്ത്രി എന്ന നിലക്ക് തന്നെ അവർക്ക് ഈ ചോദ്യങ്ങൾ ചോദിക്കാനുള്ളൊരു പ്രിവിലേജും ഇല്ലേ? എന്ത് ചോദ്യങ്ങൾ? എന്തുകൊണ്ട്, എങ്ങനെയാണ് ആ കുട്ടികൾ 12:30 മണിക്ക്, ആ കുട്ടി 12:30 മണിക്ക്, രാത്രി 12:30 മണിക്ക് പുറത്തിറങ്ങിയത് എന്ന് ചോദിക്കാനുള്ള റൈറ്റും 8 മണിയാണെന്ന് പറയുന്നുണ്ട്. 8 മണിയോ? പക്ഷെ 12:30 ഞാൻ വായിച്ച ന്യൂസിലൊക്കെ കാണുന്നത്. അപ്പോൾ അവർക്ക് അങ്ങനെയാണെങ്കിൽ ഒരമ്മ എന്നുള്ള ഒരു സ്ത്രീയാണല്ലോ, ആ നിലക്ക് ഒരമ്മയുടെ മനസ്സ് വെച്ചുകൊണ്ട് ചോദിച്ചൂടെ, എങ്ങനെയാണ് ആ കുട്ടി പുറത്തിറങ്ങിയെന്ന് ചോദിച്ചൂടെ? അതേപോലെ ഒരു സ്ത്രീ എന്നുള്ള നിലക്ക് ചോദിച്ചൂടെ? അതേപോലെ തന്നെ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലക്ക്, ഈ രാജ്യത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലക്കൊക്കെ എങ്ങനെയാണ് ആ സംഭവം ചോദിച്ചൂടെ? പക്ഷേ രാത്രി യഥേഷ്ടം കുട്ടികൾ ഇറങ്ങി നടക്കുന്നത് ദോഷം ചെയ്യുമെന്ന് പറയുമ്പോഴേക്കും വലിയ അപരാധമായി അതിനെ ചിത്രീകരിക്കുന്നൊരു സാഹചര്യം
അവിടെ അധികം ഉണ്ടാവില്ല, നമ്മുടെ കേരളത്തിലുണ്ട്. കാരണം ഈ കേരളത്തിൽ ഇതിൻ്റെ ഈ വാർത്ത ഇവിടെയാണ് വലിയ വിവാദമായിട്ട് മമത വിവാദം പറഞ്ഞു കണ്ടിരുന്നത് വീണ്ടും കിടക്കുന്നത്. അപ്പോൾ അത് ഇവിടെ നേരത്തെ കോളേജുകളിലൊക്കെ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുണ്ട്, പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. അതിൽ MESൻ്റെ മാനേജ്മെൻറ്റ് കുറച്ച് കർശന നിലപാടിനെ അവർ സ്വീകരിക്കില്ല. ഞങ്ങളൊരു കൃത്യ സമയമുണ്ട്, 10 മണി 9 മണി എത്ര സമയമുണ്ട്, ആ സമയം കഴിഞ്ഞ് ഞങ്ങളെ കുട്ടികളെ പുറത്തു വിടില്ല എന്ന് അവർ അതിൻ്റെ നിലപാടെടുക്കലുണ്ട്. അപ്പോൾ ആ നിലപാട് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ പുറത്തിറങ്ങാനൊക്കെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായതാണ്. ആ സമയത്തൊക്കെ ഈ ലിബറൽ മീഡിയകൾ പറയാറുള്ളത് എന്താ വെച്ചാൽ, എന്താ പുറത്തിറങ്ങിയാൽ, എന്താ 10 മണിക്ക് കുട്ടികൾ പുറത്തു പോയാൽ, എന്താ 12 മണിക്ക് പുറത്തു പോയാൽ, എന്താ കുട്ടികൾ, ആ ചോദ്യം അങ്ങനെ വല്ലാതെ ചോദിക്കലുണ്ട്. ഇവിടെ രക്ഷിതാക്കൾ കുട്ടികളെ ശ്രദ്ധിക്കണം, കുട്ടികൾ തന്നെ കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, കോളേജ് ഈ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. അതൊക്കെ ഇവർക്ക് പറയാൻ പറ്റണം എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇത് പറയുമ്പോൾ ഇപ്പോൾ ചില ആൾക്കാരെ മനസ്സിലുണ്ടാവും എന്ത്, ഈ പിന്നെ പട്ടികൾ പിന്നെ കടിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പട്ടിണിയിലെ പിന്നെ കൂട്ടിലിടുണ്ട്, ചങ്ങലക്കിടുണ്ട്, അല്ലാതെ മനുഷ്യന്മാരെയൊക്കെ പാടെ കൊണ്ടുപോയി ചങ്ങലക്കിടാൻ പറ്റുമോ? അതേപോലെ ഈ കാമഭ്രാന്തന്മാരായ ആളുകളെ അല്ലേ ചങ്ങലക്കിടണ്ട്, അതല്ലാതെ സ്ത്രീകളെയാണോ അപ്പോൾ നിങ്ങൾ പ്രശ്നം പരിഹരിക്കണേ? അവർക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് ഇറങ്ങി നടന്നൂടെ? പ്രശ്നക്കാരെയല്ലേ നമ്മൾ ഇതാക്കണ്ടേ എന്ന് ഒരു ലോജിക്ക് പലപ്പോഴും പറയാറുണ്ട്. അത് ലോജിക്ക് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, പട്ടിയെ നമ്മൾ കെട്ടിയിടണം, അത് തർക്കമൊന്നുമില്ല. പക്ഷെ അതോടൊപ്പം എന്ത് ചെയ്യണം, നമ്മളെ തടി നമ്മളെ കാക്കും വേണ്ടേ? കുറച്ച് പട്ടികൾ ഇറങ്ങിയിട്ടുണ്ട് എന്നൊരു വാർത്ത കിട്ടിയിട്ട് അതൊന്നും എനിക്ക് പ്രശ്നമല്ല, പട്ടിനൊക്കെ പിന്നെ ഗവൺമെൻറ് കെട്ടിട്ടുണ്ടാണ്, ഞാൻ പോവാണ് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഇറങ്ങിപ്പോയാൽ അതെ അതെ. അതേപോലെ തന്നെ ഇപ്പോൾ വാഹനം ഓടിക്കണം, ആ വാഹനം ഓടിക്കും ഒരു വണ്ടി റോങ് സൈഡിൽ വരികയാണ്, അത് ഡ്രൈവർ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ ശരിക്കും കറക്റ്റേ പോവുള്ളൂ എന്ന് പറഞ്ഞാൽ ആൾ പിന്നെ ഉണ്ടാവില്ല. അത് അവനാൻ്റെ തടി കാക്കുക എന്നുള്ളത് കൂടി എൻ്റെ ഭാഗം തന്നെ. അതൊന്ന് പറഞ്ഞ് പുളിച്ചമ്മ കയറ്റിയിട്ട് ഈ കുട്ടികളെ എന്ത് ചെയ്യാൻ പാടില്ല, പ്രയാസപ്പെടുത്താൻ പാടില്ല. അതേപോലെ തന്നെ നായ വരുന്നുണ്ട് വിചാരിക്കുക, നായ വരുമ്പോൾ ആ നായക്ക് പിന്നെ നായനെ കൂട്ടിലിടണം, അതിനെ ഇല്ലാതെയാക്കണം. പക്ഷെ അതോടൊപ്പം അവനാൻ്റെ തടി എന്ത് ചെയ്യണം, പിന്നെ കാക്കുകയും വേണം എന്നുള്ളതിനാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഇവിടെ പിന്നെ പെൺകുട്ടികൾക്കൊക്കെ യഥേഷ്ടം ഇറങ്ങി നടക്കാൻ പറ്റുന്നൊരു തുറന്ന ലോകം, ഒരു ആൺപെൺ വ്യത്യാസമില്ലാത്തൊരു ലോകം ഉണ്ടാക്കിയാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും എന്നാണ് ഇതിൻ്റെ ആകത്തുക. അല്ലാതെ സ്ത്രീകൾക്ക് അവരുടെ പ്രത്യേക വേഷം ധരിക്കുക, അവർ സുരക്ഷ പാലിക്കുക, അവർ രാത്രി അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടല്ല, അതൊക്കെ തുറന്നു കൊടുത്തുകൊണ്ട് തന്നെ ഇവിടെ എന്ത് വേണം, ഇവിടെ പ്രശ്നങ്ങളില്ലാതെ ആക്കണം. ഈ പുരുഷന്മാർക്ക് ഇങ്ങനെ ഈ കണ്ണോട് കൂടി തന്നെ നടക്കേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. പുരുഷന്മാരെയും വേണം നിയന്ത്രിക്കുക, സ്ത്രീകളെയും വേണം നിയന്ത്രിക്കുക. ഈ കാര്യത്തിൽ പുരുഷന്മാരെ നിയന്ത്രിക്കണം, സ്ത്രീകളെ നിയന്ത്രിക്കണം. അപ്പോഴേ ഒരു സാമൂഹ്യ സുരക്ഷ എന്ത് ചെയ്യുള്ളൂ, ഇവിടെ ശരിക്കുണ്ടാവുള്ളൂ. ഈ കാമക്കണ്ണുകളിലെ പുരുഷന്മാരെ കൈകാര്യം ചെയ്യുമ്പോൾ അവർക്ക് ശക്തമായ ശിക്ഷ എന്ത് ചെയ്യണം, കൊടുക്കണം. അതോടൊപ്പം സ്ത്രീകളും. പിന്നെ ഇതിൽ നമ്മൾ തുറന്ന ലോകമാണ് പരിഹാരം എന്ന് പറയണ്ടല്ലോ ഇവർ. ആ തുറന്ന ലോകം ഉണ്ടാക്കിയ സ്ഥലമാണ് നമ്മളെ സിനിമാ ലോകം, അല്ലേ? അവിടെ ഇങ്ങനത്തെ നിയന്ത്രണങ്ങളൊന്നുമില്ല, ഏത് സമയത്തും വരാ പോവുക, ഏത് ഡ്രസ്സും ധരിക്കുക, ആണും പെണ്ണ് എന്നുള്ള വ്യത്യാസമല്ല, എങ്ങനെ മിങ്കിൾ ചെയ്യുക, ഒക്കെ അങ്ങനെയാണല്ലോ അവിടുത്തെ രീതി. അങ്ങനെ ലോകം ഉണ്ടാക്കിയിട്ട് അവിടുത്തെ അവസ്ഥ എന്താണ്? അവിടുന്ന് വന്ന റിപ്പോർട്ട് എന്താ? ഹേമ കമ്മിറ്റിൻ്റെ റിപ്പോർട്ട് എന്താ? അതിൻ്റെ മുമ്പിൽ പോയിട്ട് പറഞ്ഞ കാര്യങ്ങൾ എന്താ? ആ സമയത്ത് ഓരോ സിനിമാ നടികളും മീഡിയകളോട് വന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്താ? ഇതെന്താ ഇവർ കാണാത്തത്? അപ്പോൾ അങ്ങനെ തുറന്ന ലോകം ഉണ്ടാക്കി കൊടുത്താലും അത് ചൂഷണം ചെയ്യുന്നൊരു സമൂഹമാണ് ഇവിടെ ഉള്ളത്. അത് മനസ്സിലാക്കിയിട്ടെങ്കിലും എന്ത് ചെയ്യണം, നമ്മളെ കുട്ടികൾ ഒരു സുരക്ഷിതത്വം കാത്തു സൂക്ഷിക്കണം. അപ്പോൾ അത് പറയാനുള്ള റൈറ്റ് ആയിരിക്കുന്നുണ്ട് ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലക്ക് മമതാ ബാനർജിക്ക് ഉണ്ട്. പക്ഷെ അതോടൊപ്പം ഒരു ഭരണാധികാരി എന്നുള്ള നിലക്ക് അതിൽ ആക്ഷനാണ്, അതിനാണ് അവർ പ്രാധാന്യം കൊടുക്കേണ്ടത്. പക്ഷേ ഈ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നത് അപ്പോഴേക്കത് വിവാദമായി കുഴപ്പമായി എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. കള്ളന്മാരെ പോലീസാണ് പിടിക്കേണ്ടത്, എൻ്റെ വീട് ഞാൻ പൂട്ടിയിടില്ല, കള്ളന്മാരെയാണ് പോലീസ് പിടിക്കണം, അല്ല എൻ്റെ വീട് പൂട്ടിയിട്ട് കണ്ടിരിക്കലല്ല എൻ്റെ ജോലി എന്ന് പറയുന്ന പോലെ ഈ ഒരു കാര്യം മുഖ്യമന്ത്രി പറഞ്ഞോട് കൂടിയിട്ട് എനിക്ക് തോന്നുന്നത് മറ്റ് ഉത്തരേന്ത്യൻ മീഡിയകളിലൊക്കെ എത്രമാത്രം ഇത് വിവാദം എന്നുള്ള രൂപത്തിൽ വന്നിരിക്കണമല്ല. പക്ഷേ കേരളത്തിൽ ഒരുപാടായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതൊരു വിവാദ പരാമർശം നടത്തിയെന്നുള്ള ക്യാപ്ഷൻ വരുന്നുണ്ട്. എന്താണ് അമീത് മാഷിക്ക് കൂട്ടിച്ചേർക്കാറുള്ളത്? അല്ല, ഇന്ന് ഞാൻ യാത്ര ചെയ്ത് വരുന്ന സമയത്തൊരു അനുഭവം ഉണ്ടായി. ഞാൻ യാത്ര ചെയ്തപ്പോൾ ബസ്സിൽ വരുമ്പോൾ ഇപ്പം എൻ്റെ ഞാൻ ഇരിക്കുന്ന സീറ്റ് ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ സൈഡ് സീറ്റ് ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മുൻപിലിരിക്കുന്ന ഒരു ആൺകുട്ടി, അവൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു അസ്കതയോടെ അവൻ്റെ ബാഗൊക്കെ എടുത്തവിടുന്ന് വന്നിട്ട് എന്താണ് എൻ്റെ അടുത്ത് വന്നിട്ടിരുന്ന് അങ്ങനെ കുറച്ച് നേരം പിന്നിലേക്കൊക്കെ നോക്കുന്നുണ്ട്. അവിടെ എൻ്റെ അടുത്ത് വന്നിരുന്ന്. പിന്നെ അവൻ എന്നോട് ചോദിച്ചു, ഇങ്ങനെ ഞാൻ സൈഡ് സീറ്റിലിരുന്നോട്ടെ. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, നീ ഇപ്പോൾ ആ സൈഡ് സീറ്റിലല്ലേ ഇരുന്നിരുന്നത്, പിന്നെ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നിരുന്നു ചോദിച്ചു. അപ്പോൾ അങ്ങനെ മുഖത്ത് നോക്കിയിട്ടൊരു അത് ആ ചേട്ടന് ഒരു സുഖമില്ല, എന്തൊക്കെയോ പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടാവും, ഞാൻ അവിടെ നീറ്റ് പോകുന്നതാണെന്ന്. അപ്പോൾ ഞാൻ ഒന്നോട് ചോദിച്ചു, എന്താണ് വെച്ചാൽ, അല്ല ഒരു സുഖമില്ലാത്ത ഇതുണ്ട്. അപ്പോൾ നിനക്ക് വല്ല കംപ്ലൈൻറ്റും ഉണ്ടോ
മറ്റേ നമുക്കാണെങ്കിൽ എന്ത് ചെയ്യാൻ കണ്ടക്ടറോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ അപ്പോൾ അവനെ അതൊന്നുമില്ല ഒന്നും വേണ്ട ഞാൻ എന്താണ് എനിക്ക് അവിടെ ഇരുന്നാൽ മതി പറഞ്ഞു. അപ്പോൾ അവൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അവന് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് വയനാട്ടിൽ നിന്ന് എന്ത് ചെയ്യാണ് വരികയാണ്. ഒരു മാച്ചിന് വേണ്ടി പോയതാണ്. അങ്ങനെ അവൻ്റെ വീട് തൃശ്ശൂർ ഭാഗത്താണ്. അപ്പോൾ 2-3 ദിവസം മുൻപ് ഇത് അവനെ അവിടെ നിന്ന് ബസ് കയറ്റി വിട്ടതാണ്. എന്നിട്ട് അവിടെ സംഘാടകർ സ്വീകരിക്കുന്നുള്ളതിൽ തിരിച്ചു പോകുന്നത് എന്താണ്, അപ്പോൾ നേരെ ബസ്സില്ലാത്തതുകൊണ്ട് പെരിന്തൽമണ്ണ ഇറങ്ങി പിന്നെ പോകണം. അപ്പോൾ നിരന്തരമായിട്ട് ഈ കുട്ടിയുടെ അമ്മ വിളിക്കുന്നുണ്ട്, അച്ഛൻ വിളിക്കുന്നുണ്ട്, മുത്തച്ഛൻ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് എന്നോട് ചോദിക്കും, പെരുന്തമണ്ണെന്ന് പട്ടാമ്പിക്ക് ബസ് കിട്ടുമോ, കുന്നകുളത്തേക്ക് ബസ് കിട്ടുമോ, തൃശ്ശൂർക്ക് ബസ് കിട്ടുമോ, ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കേണ്ട. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് എത്ര ദൂരം ഉണ്ട് ഇടയ്ക്ക് ചോദിക്കും. അപ്പോൾ ഞാൻ ഇതൊക്കെ ചോദിച്ചപ്പോൾ ഉടനെ ചോദിച്ചു ഇങ്ങനെ പിന്നെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഫോൺ അവന് ഓണാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞു, എന്നാൽ മോനെ ഒന്ന് ആ ചേട്ടന് കൊടുക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, ഈ കുട്ടിയുടെ കഴുത്തിൽ ഒരു മാലയുണ്ട്, ഒരു സ്വർണ്ണമാലയാണെന്ന് തോന്നിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ പേടിക്കേണ്ട, പക്ഷേ ചോദിക്കുകയാണ് ഈ കുട്ടി ഇട്ടിട്ടുള്ള സ്വർണ്ണമാലയാണോ ചോദിച്ചു. അപ്പോൾ അവനൊരു സ്വർണ്ണമാല ഉണ്ട്, അവനത് ചിലപ്പോൾ ഇടയ്ക്ക് വയ്ക്കുകയൊക്കെ ചെയ്യും, ഇട്ടുണ്ടാവും. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ഇങ്ങനെ നിങ്ങൾ ഇപ്പോൾ ഈ കുട്ടിയെ, ഈ 10-14 വയസ്സായ കുട്ടിയെ ഇത്രയും ദൂരത്തേക്ക് എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ വിട്ടിട്ടുള്ളത്? മാത്രമല്ല ഇതുപോലൊരു സ്വർണ്ണമാലയൊക്കെ അണിഞ്ഞൊരു കുട്ടി യാത്ര ചെയ്ത് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ആരാണ് ഇതിന് ഉത്തരം പറയുക? ആർക്ക് നഷ്ടം ഉണ്ടാകാൻ പോകുന്നത്? മാതാപിതാക്കളെന്ന് നിങ്ങൾക്ക് മാത്രമല്ലേ? അപ്പോൾ അവർ പറഞ്ഞു, അത് അറിയാഞ്ഞിട്ടല്ല, അച്ഛന് വിദേശത്താണ്, അവർ ഒരു ടീച്ചറോ മറ്റേ സ്കൂളിൻ്റെ പ്രിൻസിപ്പളോ എന്തോ ആണ്, അവർക്കൊരു നിലയ്ക്കും പിന്നെ കൂടെ പോകാൻ നിവൃത്തിയുണ്ടായിരുന്നില്ല. പിന്നെ ഒരു മുത്തച്ഛനാണ്, അദ്ദേഹം പ്രായമായിരിക്കുന്നു. അപ്പോൾ ഇതൊരു സ്റ്റേറ്റ് മാച്ചാണ്, അപ്പോൾ അത് നഷ്ടപ്പെടരുതെന്ന് കരുതിയിട്ട് ഞങ്ങൾ വിട്ടതാണ്. പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ ഒരു സമാധാനം ഇപ്പോൾ ഇതുവരെ ഇല്ല. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഉപദേശിക്കല്ലേ, പക്ഷെ നിങ്ങൾ കുറച്ചുകൂടെ എന്ത് ചെയ്യണം, കെയർഫുൾ ആകണം. പ്രത്യേകിച്ചും ഈ പറഞ്ഞ പോലെ സ്വർണ്ണമാല എന്നിട്ട് ഒരിക്കലും തീരത് ഒരു കുട്ടി ഇതുപോലെ യാത്ര അയക്കരുത്. മാത്രമല്ല എനിക്കറിയാലോ ഈ കാലഘട്ടത്തിൽ വെച്ചാൽ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഒക്കെ ഉപദ്രവങ്ങൾ ഏൽക്കാം. അപ്പം ഞാനിത് പറഞ്ഞത് പിന്നെ ഇപ്പോൾ ഏതെങ്കിലും പത്രക്കാർ, അതെ, ഒരു വിവാദം, കാരണം ഒരു 14 വയസ്സായ ഒരു കുട്ടിക്ക് യാത്ര ചെയ്യാൻ സ്വാതന്ത്ര്യമില്ലേ, അല്ലെങ്കിൽ അവന് ഈ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലേ, മാല ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ എന്നൊക്കെ ചോദിച്ചാൽ അതെ, ആ വീഡിയോ ഉണ്ട് അതിനകത്ത്. ഇത്രയും ഇപ്പം ഇതിനൊരു ഗൗരവമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അതിനെ നമ്മൾ വേറെ രീതിയിൽ ട്വിസ്റ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ഒരു പക്ഷേ ഇപ്പോൾ മമത ചോദിക്കേണ്ട സമയമല്ല എന്ന് നമുക്ക് പറയാം. ആ പിന്നെ കുടുംബം ആ രീതിയിൽ വിഷമിച്ചേക്കുന്നൊരു സമയത്ത് ആ ചോദ്യം ഒരു പക്ഷേ അവർക്ക് ഹേർട്ട് ചെയ്യാമെന്നൊക്കെ പറയാം. പക്ഷേ നമുക്കറിയാം ആയിരക്കണക്കിന് റേപ്പ് വിക്ടിംസ് ജീവിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മളുള്ളത്. റേപ്പിൻ്റെ ഒരേ ഒരു കാരണം പെൺകുട്ടികൾ പുറത്തിറങ്ങി നടക്കുന്നതെന്ന് നമ്മൾ പറയില്ല. പക്ഷേ ഇവിടെ ഉണ്ടാക്കപ്പെട്ടൊരു സംസ്കാരവും പോണോഗ്രാഫി മറ്റു പലതിൻ്റെയൊക്കെ ഒരു ഇൻഫ്ലുവൻസൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ എങ്കിൽ പോലും വ്യക്തിപരമായി ഓരോരുത്തരും സ്വീകരിക്കേണ്ട സുരക്ഷ എന്നത് ഒരു നിലയ്ക്കും ഒഴിവാക്കാൻ പറ്റാത്തതാണ്. അതിവിടെ ഒരു നൈറ്റ് കൾച്ചർ ഉണ്ട്, അല്ലെങ്കിൽ നൈറ്റ് കൾച്ചർ വേണം എന്ന് വാദിച്ചുകൊണ്ട് പുറത്തിറങ്ങുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള അപകടങ്ങൾ അതിന് ഉണ്ടാകും. ഇത് ഈ വാദിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടമുണ്ടായോ? ഈ മമതാ ബാനർജി ഒരു പ്രസ്താവന ഇറക്കുമ്പോഴേക്ക് അതിന് കടിച്ച് ചീറാൻ ചെല്ലുന്ന BJP അടക്കമുള്ളവർ എത്രമാത്രം അത്തരത്തിലുള്ള റേപ്പ് വിക്ടിംസ് ജീവിക്കുന്ന UP-യുടെയും ബീഹാറിൻ്റെയും ഹരിയാനൻ്റെയൊക്കെ ഭരണമാരുടെ കയ്യിലുള്ളത്. അതിന് അവർക്ക് വല്ല ദുഃഖമുണ്ടോ? അതെ, എത്ര ക്രൂരമായിട്ടുള്ള ബലാത്സംഗങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയൊന്നും ഇതിനെതിരെ നടപടിയെടുക്കാത്ത ഒരെ സംബന്ധിച്ചോളം ഇത് ബാലിശമായ രൂപത്തിലുള്ളൊരു വിവാദമുണ്ടാക്കലാണ്. എന്തായാലും ഈ റേപ്പ് കൾച്ചർ എന്നുള്ളത് അതിന് ഏതാണ്ടൊരു നോർമലൈസിങ്ങിലേക്കാണ് ഇന്ത്യയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു അപകടം എന്ന് പറയുന്നത് ചെറുതല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഇതൊരു ഏറ്റവും പ്രധാനപ്പെട്ട മെഷർ എന്താണ് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ 2015 മുതൽ 2021 വരെ 45% ഇൻക്രീസിലുണ്ടായെന്നാണ് പറയുന്നത്. അതിപ്പോൾ അതിലേക്കാൾ ചിലപ്പോൾ കൂടിയിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ ഈ യാഥാർത്ഥ്യ ബോധത്തോടെ കാണാതെ ഇതിന്
ഒരു പ്രസ്താവനയെ മാത്രം അടർത്തിയെടുക്കല്ല വേണ്ടത്. ഇനിയിപ്പോൾ ഇതിനെതിരെ ഒരു പക്ഷേ സ്ത്രീ സംഘടനകൾ ഒരൊക്കെ രംഗത്ത് വരാം. പക്ഷെ ഒരൊറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ, ഈ ഒരു ഇത്തരത്തിലുള്ള ക്രൂരമായ കൃത്യങ്ങൾ ചെയ്യുന്ന ആരും ആയിക്കോട്ടെ, നമുക്ക് അവരോട് യാതൊരു വിധത്തിലുള്ള സപ്പോർട്ടില്ലല്ലോ, അവർക്ക് അതികഠിനമായ ശിക്ഷയാണ് കൊടുക്കേണ്ടത്, അവരെ തൂക്കിക്കൊല്ലുകയാണ് വേണ്ടത് എന്ന് നമ്മൾ ഒരു നിലപാട് പറഞ്ഞാലോ, അതോടെ ഇവരൊക്കെ അപ്പുറത്തേക്ക് നിൽക്കും. തൂക്കിക്കൊല്ലാൻ പാടില്ല, അവർക്ക് നമ്മൾ മാന്യമായ സംരക്ഷണം കൊടുത്ത് പരമാവധി ഉപദേശം കൊടുത്ത് പരമാവധി ഒരു ലൈഫ് ലോങ് ഇംപ്രിസോൺമെൻറ്റോ കൊടുത്ത് അതിന് ശേഷം അവർ നമ്മളെ മേലെ മാനസികമായി നന്നാക്കി പുറത്തേക്ക് വിടണം എന്നാണ് പറയുക. ഇവിടെയാണ് ഇരട്ടത്താപ്പ് വൈരുദ്ധ്യം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ആരാണ് ഈ വിക്ടിംസിൻ്റെ കൂടെ നിൽക്കുന്നത്, ആരാണ് അവരുടെ ശത്രുക്കൾ എന്നുള്ളത് ഈ സംസ്കാരത്തെ പിന്തുണക്കുന്നവരാണ്, ഈ ഒരു ആശയധാരയോടെ നിൽക്കുന്നതാണ്. ആ ലിബറലിസത്തിൻ്റെ പ്രൊഡക്റ്റുകളാണ് ഈ പറയുന്ന ഈ കുറ്റവാളികളെല്ലാം. അത് തുറന്ന് പറയാതെ അത്തരം സംസ്കാരത്തിന് വേണ്ടി വാദിക്കുന്നവർ തന്നെയാണ് ഇവിടെ അപകടകാരികൾ. അവരെ കൂടി ഒപ്പം തുറന്ന് കാണിക്കപ്പെടേണ്ടതുണ്ട്.